ഹായ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണിത്. 3 വയസ്സിന് ശേഷം മാത്രമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് തേക്കാൻ ശ്രമിക്കണം. പിന്നെ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കിത് ഉപയോഗിക്കാൻ അത്ര നല്ലതല്ല. കാരണം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ക്യാരറ്റ്, മഞ്ഞൾ, ബീട്രൂട്ട് എന്നിവയാണ്. ഇതിലെ മഞ്ഞൾ പൊതുവെ ഹെയർ ഗ്രോത്ത് കുറയ്ക്കുന്ന ഒരു ഐറ്റമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞത്. വെയിലൊക്കെ കൊണ്ടുണ്ടാകുന്ന സ്കിൻ ടാൻ പോകാനും ഈ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. മഞ്ഞളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരീരത്തിലുള്ള പാടുകളൊക്കെ മാറ്റി സ്കിൻ നല്ല മൃദുവാകാൻ സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ. പണ്ടുള്ളവർ കുഞ്ഞുങ്ങൾക്ക് കരപ്പനും മറ്റും വരുമ്പോൾ മഞ്ഞളെണ്ണയൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് മഞ്ഞളെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മളത് ധാരാളം കറികളിലും മറ്റും യൂസ് ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത മഞ്ഞൾ ഒരു സൂപ്പർ ബ്രൈറ്റനിങ് ഏജൻ്റ് ആണെന്നതാണ്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് യൂസ് ചെയ്യാൻ പാകത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു വലിയ ക്യാരറ്റ്, ഒരു ബീട്രൂട്ട്, പിന്നെ കുറച്ച് മഞ്ഞൾ. നമുക്ക് ലഭ്യമായിട്ടുള്ളതിൻ്റെ അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യാം. ആദ്യമേ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ തൊലി ഒന്ന് കളഞ്ഞത് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കണം. ക്യാരറ്റിൻ്റെയും മഞ്ഞളിൻ്റെയും ബീട്രൂട്ടിൻ്റെയൊക്കെ തൊലി നന്നായിട്ട് ചെത്തിക്കളഞ്ഞിട്ട് വൃത്തിയായിട്ടൊന്ന് എടുക്കണം. നന്നായിട്ട് പീൽ ഓഫ് ചെയ്തതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ചോപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല, വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് നമുക്കിത് അരച്ചും എടുക്കാം. നമുക്കറിയാം ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ. വൈറ്റമിൻ എ, ഇ, സി അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് ക്യാരറ്റിലുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഈ ഓയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്വാഭാവികമായും അങ്ങനെ സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ബീട്രൂട്ട് നിറയെ ആൻറ്റി ഓക്സിഡൻസിൻ്റെയും അതുപോലെ തന്നെ അയണിൻ്റെയും ഒക്കെ ഒരു ഉറവിടമാണ് ബീട്രൂട്ട്. കൂടുതലായി നമ്മളിത് ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതോടൊപ്പം തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും പല രീതികളിൽ നമ്മൾ ബീട്രൂട്ട് പ്രയോജനപ്പെടുത്താറുണ്ട്. ഡ്രൈ സ്കിൻ ഉള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഡ്രൈ സ്കിന്നൊക്കെ പോയി നല്ല ഗ്ലോ ആയിട്ടുള്ള സ്കിന്നാകാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഓയിൽ സ്കിന്നിന് ഒരുപാട് ബ്രൈറ്റനിങ്ങും അതുപോലെ തന്നെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ ആ കളറ് കണ്ടോ, കാണുമ്പോൾ തന്നെ എന്ത് രസമാണല്ലേ. ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. വെളിച്ചെണ്ണയും ഈ കൂട്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്യുക. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ നമ്മൾ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലിടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇളക്കി നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരും. മഞ്ഞളിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ ആ കളറ് നല്ലതുപോലെ ആ വെളിച്ചെണ്ണയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബീട്രൂട്ട് വളരെ ചെറിയതായിരുന്നതുകൊണ്ട് അത്ര ബീട്രൂട്ടിൻ്റെ കളറുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല.
നന്നായി മൂത്തങ്ങ് പോകണ്ട, എന്നാൽ ഇത് നല്ലതുപോലെ ആ വെള്ളത്തിൻ്റെ ആ പതയൊക്കെ ഒന്ന് പതയൊക്കെ നന്നായിട്ട് അടങ്ങി വരുന്ന സമയത്ത് ഇത് സ്റ്റൗ ഓഫ് ചെയ്യണം. ഒരുപാട് മൂത്ത് പോകണ്ട. ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം നഷ്ടമാവും. ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇരുന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് വെന്ത് പരുവമായിട്ട് വരണം. ശേഷം ഇത് നന്നായിട്ട് അരിച്ച് നമ്മളൊരു ചില്ല് കുപ്പിയിലോട്ട് പകർത്തി വെക്കണം. ഇതൊരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ സൂക്ഷിച്ചാൽ കുളിക്കുന്നതിനൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ മിനിമം 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ദേഹം മുഴുവനും തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാം. പിന്നെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവതും സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. ചെറുപയർ പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ കടലമാവോ കുളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കളർ ടോണൊക്കെ നന്നായിട്ട് ചേഞ്ച് ആവുന്നത് നമുക്ക് മനസ്സിലാവും. ഏകദേശം ഒരാഴ്ച നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് നന്നായിട്ട് വിസിബിൾ ആവുന്നത് കാണാം. ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്നൊരു എണ്ണയാണിത്. പക്ഷേ നമ്മൾ ഡെയിലി ഒരാഴ്ചയെങ്കിലും മിനിമം ഇത് തേക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു ഗുണം കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ എണ്ണ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.